ഈശ്വരനും ഞാനും മാത്രമാണ് ഇവിടെ താമസം. ഈശ്വരൻ ഒരു മൂക സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മണിയടിച്ചാൽ ഞാൻ തന്നെ വരണം വാതിൽ തുറക്കാൻ. ഞാൻ അകത്ത് തിരക്കിലാണെങ്കിൽ എൻ്റെ വരവ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ലോകാവസാനവും പോലെ വൈകിയെന്നും വരാം. ധൃതിയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വല്ലതും വായിക്കുക. ധൃതിയുണ്ടെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഡയറിയിൽ തെറിയല്ലാത്തത് എന്തും എഴുതാം. നിങ്ങൾ ഫോൺ നമ്പർ എഴുതുന്ന പക്ഷം അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന മുറയ്ക്ക് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തിരിച്ചു വിളിച്ചു എന്ന് വരാം. ഉറപ്പില്ല. ഇങ്ങനെ സരസമായി എഴുതി പതിപ്പിച്ചിരുന്നത് കേരളത്തിൽ IAS എന്ന 3 അക്ഷരങ്ങൾക്ക് മലയാളിയുടെ മനസ്സിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരള സർക്കാരിൻ്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറിയുടെ വസതിയുടെ മുൻപിലാണ്. ഡോക്ടർ ഡാനിയൽ ബാബു പോൾ എന്ന D. ബാബു പോൾ. തികച്ചും അസാധാരണത്വമുള്ള സാധാരണ മനുഷ്യൻ. അറിയപ്പെടുന്ന പ്രഭാഷകൻ, എഴുത്തുകാരൻ, വേദശാസ്ത്ര പണ്ഡിതൻ, രാഷ്ട്രീയ നിരീക്ഷകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പാടവം തെളിയിച്ച ബാബു പോൾ എന്ന വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെയും ദർശനത്തിൻ്റെയും ഒരു നേർചിത്രം കൂടിയാണ് മുൻ പറഞ്ഞ കുറിപ്പ്. ക്രൈസ്തവ വൈദികനും സ്കൂൾ ഹെഡ്മാസ്റ്ററുമായിരുന്ന PA പൗലോസ് കോറെപ്പിസ്കോപ്പായുടെയും അധ്യാപികയായിരുന്ന മേരി പോളിൻ്റെയും പുത്രനായി 1941 എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടി ഗ്രാമത്തിൽ ബാബു പോൾ ജനിച്ചു. പഠനത്തിലും പഠനേതര വിഷയത്തിലും ചെറുപ്പം മുതലേ മികവ് പുലർത്തിയിരുന്ന അദ്ദേഹം 5.5 വയസ്സിൽ തന്നെ ആദ്യ പ്രസംഗം പറയുകയും 8ാമത്തെ വയസ്സിൽ ആദ്യമായി എഴുതിയ ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നാട്ടുമ്പുറത്തെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് SSLCക്ക് റാങ്ക് നേടുകയും പഠനശേഷം എഞ്ചിനീയറിംഗ് അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ചെയ്തു. IAS ലഭിച്ച ശേഷം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാർ സർവീസിലും പ്രവേശിച്ചു. ബാബു പോളിൻ്റെ ബാല്യകാലം പ്രാർത്ഥന കൊണ്ടും വേദവായന കൊണ്ടും അടയാളപ്പെടുത്തിയതായിരുന്നു. മുത്തശ്ശി കഥകൾ പറഞ്ഞുകൊടുത്ത പിതാമഹിയും ബൈബിൾ കഥകൾ പഠിപ്പിച്ച മാതാമഹിയും ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനിക്കാൻ ശീലിപ്പിച്ച അച്ഛനും ഉപവാസവും പ്രാർത്ഥനയും വജ്രായുധമാണെന്ന് പറഞ്ഞുകൊടുത്ത അമ്മയും സ്നേഹസമ്പന്നനായ സഹോദരനും ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷാകവചങ്ങളായിരുന്നു. ശൈശവകാലം മുതൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനവും പരിശീലനവും അച്ഛൻ വളർത്തിയെടുത്ത ഉത്കർഷേച്ഛയും ബാബു പോളിൻ്റെ തുടർ ജീവിതത്തിലും വഴിവിളക്കായിരുന്നു. മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനാഭരിതവും ആത്മീകവുമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ പ്രസക്തിയെപ്പറ്റി ബാബു പോൾ സംസാരിക്കുന്നത് കേൾക്കാം. മാതാപിതാക്കന്മാർ ശൈശവം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ രഹസ്യം. ഒരു ശിശു ഉദരത്തിൽ ഉരുവായി എന്ന് അറിയുന്ന നിമിഷം മുതൽ ആ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കന്മാർ കടപ്പെട്ടവരാണ്. ആ ശിശു ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പടിയും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്നറിഞ്ഞ് അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ആശ്രയിക്കുന്നുവെന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യം വരികയും ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അത് ചെറുപ്പം മുതൽ ശീലിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ശീലിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണമാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് പ്രാർത്ഥന കൊണ്ട് അതിനെ അതിജീവിക്കാം എന്നൊരു ധൈര്യം തോന്നണം. എൻ്റെ മകൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 49 വയസ്സായി. അവള് പലപ്പോഴും പറയാറുള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ചർച്ച ചെയ്യുമ്പോൾ അത് സാരമില്ല, ഞാനത് പ്രാർത്ഥിച്ച് ശരിയാക്കിക്കൊള്ളാം എന്നാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഫലമായി ഞാൻ കാണുന്നത്. ഈ 75 വയസ്സ് കഴിഞ്ഞ കാലത്തും ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് നൽകിയ സംഭാവന. അപ്പം അതുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം. ആ പ്രാർത്ഥന ഫലപ്രദമാണെന്ന് ശിശുക്കളെ മനസ്സിലാക്കണം.
അതുകൊണ്ട് വളർന്നു വന്നാൽ ഏത് പ്രതിസന്ധിയും പ്രാർത്ഥന കൊണ്ട് നേരിടാം എന്നവർക്ക് തോന്നും. അതാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവും പ്രകാശഭരിതമാണ്. IAS ലഭിച്ചതിന് ശേഷം സബ് കളക്ടർ, കളക്ടർ, വൈസ് ചാൻസലർ, സംസ്ഥാന ധനകാര്യ സെക്രട്ടറി, 5 വർഷം കളക്ടർമാരുടെ മേൽനോട്ടം വഹിക്കുന്ന റവന്യൂ ബോർഡ് മെമ്പർ, 12 വർഷം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിൽ ബാബു പോൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരോടും മന്ത്രിമാരോടുമൊപ്പം പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആദർശധീരനായ ഒരു ഉദ്യോഗസ്ഥ മേധാവി എന്നതുകൂടാതെ ഔചിത്യപരമായ പെരുമാറ്റവും ഉറച്ച നിലപാടുകളും ഉത്തരവാദിത്വത്തോടുള്ള പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വിശേഷതയായിരുന്നു. 40 വർഷം 35 കസേരയിലിരുന്നപ്പോഴും അദ്ദേഹത്തെ ഭരിച്ചിരുന്ന ഭാവം ഒരു കസേരയും തന്നേക്കാൾ വലുതല്ല എന്നതായിരുന്നു. നിത്യേനയുള്ള ഉദ്യോഗവൃത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാതെയും അറിയാതെ ഒരു അബദ്ധത്തിൽ വീഴാതെയും ഇന്നത്തെ ദിവസം എന്നെ കാത്തുകൊള്ളണമേ എന്നദ്ദേഹം പ്രാർത്ഥിച്ചു. ഒരു കസേരയോടും ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രത്യേകമായ സ്നേഹമുണ്ടാകാതിരിക്കുകയും യാതൊരു കാരണവശാലും കൈകൾ പങ്കിലപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുകയും ചെയ്താൽ ആർക്കും ധൈര്യമായിട്ട് നിൽക്കാം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് പാലിക്കുകയും ചെയ്തു. യു ഷുഡ് ഫിയർ ഗോഡ് സോ മച്ച് as not to have to fear a man. ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതില്ലാത്തവണ്ണം ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ശരിയായി ഭയപ്പെട്ടാൽ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സർവശക്തൻ സംരക്ഷകനായി കൂടെ എപ്പോഴുമുണ്ട്. ഇത്തരത്തിലുള്ള ആഴമേറിയ വിശ്വാസവും ബാബു പോളിനെ ഭരിച്ചിരുന്നു. പ്രാർത്ഥനാഭരിതമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾക്കും ആധ്യാത്മികതയുടെ കയ്യൊപ്പുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ബാബു പോളിൻ്റെ മതചിന്തയും ആധ്യാത്മികതയും. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം. അച്ഛൻ്റെ കൈവിരലിൽ തൂങ്ങിയെന്നുള്ള വണ്ണമുള്ള അച്ഛൻ്റെ യാത്രകളിൽ അച്ഛൻ പള്ളിയിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ശൈശവകാലത്ത് 3-4 മൈൽ ദൂരെയുള്ള ഒരു പള്ളിയിൽ അച്ഛൻ രാവിലെ കുർബാന ചെല്ലാൻ പോകും. അത്യാവശ്യത്തിന് ആ കാലത്ത് ഒരു ബസ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ കയറാൻ, പക്ഷെ കയറില്ല. കാരണം അന്നത്തെ പ്രമാണങ്ങളനുസരിച്ച് പൂജ ചെയ്യാൻ പോകുന്ന പുരോഹിതൻ ഇതര സമുദായങ്ങൾ, ഇതര മതങ്ങളിൽപ്പെട്ട ആളുകളുമായി ഇടപഴകാനോ സ്വന്തം സമുദായത്തിൽ തന്നെ പൂജ ചെയ്യാൻ പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടി ഒരുങ്ങാത്ത ആളുകളുമായി ഇടപഴകാനൊന്നും പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ നടന്നേ പോവുള്ളൂ, ഞാനും കൂടെ കാണും. അച്ഛൻ 32 കൊല്ലം ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും അച്ഛൻ്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ മക്കളും ശിഷ്യന്മാരുടെ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്ന അച്ഛൻ തന്നെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ വിളിച്ച് ജോലി കൊടുത്ത ചില അക്രൈസ്തവരായ സാറുമാർ ദൂരെ നിന്ന് വരും. അത് ഞായറാഴ്ച രാവിലെ അവർ പാടത്തെ പണിക്ക് കൂലിക്കാരനെ വിളിക്കാൻ പോണതൊക്കെ ആയിരിക്കും. അപ്പോൾ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, ഇതാ കൃഷ്ണൻകുട്ടി വരുന്നുണ്ട്, നീ സാറിനോട് പറഞ്ഞേക്കണം, അടുത്ത് വരുമ്പോൾ അച്ഛൻ കുർബാനയെല്ലാം പോകുമെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ തിരിച്ച് നമസ്കാരം എന്ന് പറയാനൊക്കില്ല അന്നത്തെ നിയമം അനുസരിച്ച്. പക്ഷേ ആ ഒരു എംബാരസ്മെൻ്റ് അച്ഛൻ ഒഴിവാക്കുമായിരുന്നു. ഇങ്ങനെ ഈ വക എല്ലാ കർശനമായ യാഥാസ്ഥിതിക നിയമങ്ങളും പാലിക്കുമ്പോൾ തന്നെ ഇവയൊക്കെ മാറ്റപ്പെടേണ്ടതാണെന്ന് അച്ഛൻ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് വന്നതിന് എനിക്ക് കിട്ടിയതാണ്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നു. ഉദാഹരണത്തിന് പള്ളി കാണുമ്പോൾ കുരിശ് വരയ്ക്കണമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ് രണ്ടാമതെന്നെ പഠിപ്പിച്ചത് അമ്പലം കാണുമ്പോഴും കുരിശ് വരയ്ക്കണമെന്നാണ്. അത് കഴിഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്പലത്തിൽ കുരിശ് വരയ്ക്കുകയല്ല തൊഴുകയാണ്, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ എൻ്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരമ്മയോടോ അമ്മൂമ്മയോടോ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്ന് അല്ല,
എന്ന് പറയുന്നവനാണ് ദൈവമെങ്കിൽ ആ ദൈവം ദൈവമല്ല എന്ന് എന്നെ പഠിപ്പിച്ച ക്രൈസ്തവ വൈദികനാണ് എൻ്റെ അച്ഛൻ. ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ ഗീതയും പതിവായി വായിക്കുമായിരുന്നയാൾ. അമ്മ രാമായണം അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം വിട്ടിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചു കൊള്ളുക എന്ന് കൗസല്യ രാമന് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് എനിക്ക് മകളുണ്ടായപ്പോഴാണ്. എനിക്ക് മകളുണ്ടായപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഞാൻ നിനക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ 4 വരികളാണ്, നീ അതൊന്ന് കുറിച്ചെടുക്കുക. 48 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾക്കിപ്പോൾ 48 വയസ്സായി. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഉണ്ടായതുകൊണ്ട് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ പറഞ്ഞതുപോലെ. തൻ്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിലായിരുന്നപ്പോഴും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും എഴുത്തുകാരനായും പ്രഭാഷകനായും സജീവമായി ബാബു പോളിന് നിലകൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. 35-ൽ മേൽ പുസ്തകങ്ങൾ ബാബു പോൾ മലയാളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത് വെറും 19-ാമത്തെ വയസ്സിലാണ്. 7000-ൽ പരം വേദികളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ശരാശരി 40 മിനിറ്റ് ദൈർഘ്യം വരുന്ന പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. നർമ്മം ബാബു പോളിന് സ്വതസിദ്ധമായ ഒരു വാസനയാണ്. ഈ എഴുത്തിനും വായനയ്ക്കും പ്രസംഗത്തിനുമൊക്കെ എങ്ങനെ സമയം കണ്ടെത്തിയെന്ന് ചോദിക്കുന്നവരോടും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം 24 മണിക്കൂർ തന്നു. ആ 24 മണിക്കൂർ ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. സമയം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ സമയം ഉപയോഗിക്കണം എന്ന് അവർക്ക് അറിയുന്നില്ല എന്നേ പറയാൻ പറ്റൂ. മലയാളത്തിലെ ആദ്യ ബൈബിൾ നിഘണ്ടുവായ വേദശബ്ദ രത്നാകരം ബാബു പോൾ സർവീസിലിരുന്നപ്പോൾ എഴുതിയ കൃതിയാണ്. 22 വർഷത്തെ വായനയുടെയും ഗവേഷണത്തിൻ്റെയും 9 വർഷത്തെ എഴുത്തിൻ്റെയും ഫലമായുണ്ടായ ആ രചന നിർവഹിക്കാനായി ദിവസവും വെളുപ്പിന് 2:30 ആകുമ്പോൾ എഴുന്നേൽക്കുകയും 3:15 മുതൽ 5:45 മണിവരെ 2.5 മണിക്കൂർ കൃത്യമായി എഴുതുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു ചെറിയ ഉദാഹരണം ബാബു പോളിന്റെ നിഷ്ഠാപൂർവമായ ജീവിതത്തെയാണ് കാണിക്കുന്നത്. വില്യം ഹെയ്ലി എന്ന വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നു, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു ദർശനത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ബാബു പോൾ ജീവിതത്തിൻ്റെ ഒരു ഉത്തമ വിദ്യാർത്ഥിയും സമൂഹത്തിൽ അനുകരിക്കാവുന്ന ഒരു ക്രിയാത്മകവും പ്രസന്നാത്മകവുമായ മാതൃകാ ജീവിതത്തിന് ഉടമയുമാണ്.